നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമ. ജ്ഞാനപ്പാന തുടരുന്നു. 7-ാം ഭാഗം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിൽ നിന്ന് ആണ് കർമ്മങ്ങളെല്ലാം നേടുന്നത്. അങ്ങനെ ഒരു ഒടുക്കവും തുടക്കവും ഒന്നുമില്ലാതെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം നേടിയത് ഭൂമിയിൽ നിന്ന്. അപ്പം അങ്ങനെ അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങളിൽ ഓരോന്നിൽ. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നേടിയ കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം മറ്റുള്ള ലോകങ്ങളിൽ ചെന്നങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ തങ്ങൾ ചെയ്തൊരു കർമ്മങ്ങൾ തൻ ഫലം. നമ്മൾ എന്തൊക്കെയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് സ്വർഗപ്രാപ്തിയാണോ ലഭിക്കുക, നരകമാണോ ലഭിക്കുക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ചെന്നിട്ട് ആ ലോകത്തിലെ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനാണ് ഭുജിക്കുന്നു എന്ന് പറഞ്ഞത്. അനുഭവിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ സുഖങ്ങളും ദുഃഖങ്ങളും എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കർമ്മങ്ങൾ അവസാനിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് പക്വത നേടിയിട്ടില്ലെങ്കിൽ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ ജനിക്കേണ്ടി വരും. ഒടുങ്ങിയിടും അതൊട്ടു നാൾ ചൊല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ടു വിറ്റുണെന്നും പറയും കണക്കിനെ. നമ്മളിങ്ങനെ ജനിക്കുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, മരിക്കുന്നു, അതിൻ്റെ ഫലം അനുഭവിക്കുന്നു, അതിന് ശേഷം വീണ്ടും ലോകത്ത് ജനിക്കുന്നു. അങ്ങനെ സൈക്ലിക് പ്രോസസ്സായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ലോകങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, അതായത് നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും അവിടെ വെച്ചിട്ട് നമ്മുടെ കുറേ കർമ്മങ്ങളൊക്കെ അവസാനിക്കും. പക്ഷേ പിന്നീട് നമ്മൾ ജനിച്ച് ഭൂമിയിലെത്തുമ്പോൾ വീണ്ടും നമ്മൾ കർമ്മങ്ങൾ ഇങ്ങനെ നേടിക്കൊണ്ടേയിരിക്കുകയാണ്. അക്ഷയപാത്രം എന്ന് പറഞ്ഞ മാതിരിയാണ്. ഒരിക്കലും തീരില്ല, മുഴുവനായിട്ടും തീരുന്നില്ല. ഇതെല്ലാം തീർന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും വീണ്ടും നമ്മൾ ജനിക്കുമ്പോൾ നമ്മളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നമുക്ക് കർമ്മഫലം വന്നേ പറ്റൂ. അപ്പോൾ അതായത് നമ്മൾ ഉദാഹരണം എന്താ പറഞ്ഞത്, മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ട് വിറ്റൂണെന്ന് പറയും കണക്കിനേന്ന്. നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അവനവൻ്റെ നാട്ടിൽ തന്നെ ജോലി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ജോലി ചെയ്ത് ധാരാളം പൈസ സമ്പാദിക്കുന്നു. ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ധാരാളം പൈസയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ടൂർ പോയാലോ എന്നായിരിക്കും. അങ്ങനെ ടൂറുകൾ സംഘടിപ്പിക്കുന്നു. അല്ലെങ്കിൽ പലതരത്തിൽ ടൂർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. കൂട്ടുകാരൊത്ത് ടൂർ പോകാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, എവിടെയാണോ സുഖം എന്നന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരുണ്ടല്ലോ. അങ്ങനെയുള്ള സുഖങ്ങൾക്ക് ചിലർക്ക് ചാരായത്തിലായിരിക്കും, അല്ലെങ്കിൽ കള്ളിലായിരിക്കും സുഖം. മദ്യമാണല്ലോ ഇപ്പോൾ ഏറ്റവും മെയിൻ ഭക്ഷണം എന്നാണ് പറയുന്നത്. പച്ചവെള്ളം കുടിക്കില്ല എന്ന് പറയുന്നത്. ഒരു ദിവസം ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ളതിന് പകരം ഒരു ദിവസം ഇത്ര ഗ്ലാസ് മദ്യം കുടിക്കണം എന്നായിട്ടുണ്ട് അത്ര നമ്മുടെ കേരളീയരുടെ ഒരു പ്രോട്ടോക്കോൾ. അതായത് അവരങ്ങനെയാണ് നിയമം വെച്ചിരിക്കുന്നതെന്നാണ് കേൾക്കുന്നത്, അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ ഈ കർമ്മത്തിന് സമ്പാദിച്ച ധനമെല്ലാം എന്താ ചെയ്യണത്, ഇങ്ങനെ ഒരു പല കാര്യങ്ങൾക്ക്, പല സുഖങ്ങൾക്കായിട്ട് തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സുഖിക്കാനായിട്ട് ടൂറ് പോകുന്ന സമയത്ത് അവിടെ നമ്മുടെ ഇന്നലെ വരെ ചെയ്ത ഓഫീസ് ജോലിയൊന്നുമില്ല. അവിടെ നമ്മൾ സുഖിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മളൊരു ലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും അവിടെ എന്താണോ അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പൈസ, സമ്പാദ്യം എന്ന് പറയുന്നതിൻ്റെ ഒരു പങ്ക് അവിടെ തീർന്നു പോയില്ലേ ഈ സുഖങ്ങളുടെ പിന്നാലെ പോയപ്പോൾ. അത് തീർന്നു പോയപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, ഇനി അടുത്ത കൊല്ലം ടൂർ വേണോ, എന്നാൽ ഇപ്പം ഇനി ഞാൻ വീണ്ടും സമ്പാദിച്ചേ പറ്റൂ.
അപ്പോൾ ഒരു 10 ദിവസത്തെയോ അല്ലെങ്കിൽ എത്ര ദിവസത്തെയോ ഒരു മാസത്തെയൊക്കെ ടൂർ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിരിച്ചു വന്ന് നമ്മുടെ ജോലിയിൽ പ്രവേശിച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും സമ്പാദ്യം വരുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളെല്ലാം കൊണ്ട് നമ്മളിങ്ങനെ പോകണു. ഏത് ലോകത്താണെന്ന് വെച്ചാൽ അവിടെ ജീവിക്കുന്നു, അതെല്ലാം അനുഭവിക്കുന്നു, കയ്യിലുള്ള കർമ്മങ്ങളെല്ലാം കുറേയൊക്കെ അവസാനിക്കുന്നു. അപ്പോൾ വീണ്ടും ഭൂമിയിൽ തന്നെ പിറന്ന് വീണ്ടും വീണ്ടും കർമ്മങ്ങളിങ്ങനെ തൻ്റെ ജോലി ചെയ്യുന്ന പോലെ നേരത്തെ പറഞ്ഞ ഓഫീസ് ജോലി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ വീണ്ടും 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 ചെയ്യുന്നു, വീണ്ടും വീണ്ടും സമ്പാദിച്ചു കൂട്ടുന്നു, വീണ്ടും വീണ്ടും കർമ്മങ്ങൾ നമ്മുടെ കയ്യിൽ സമ്പാദിച്ചു വയ്ക്കുന്നു. ഇനി നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരും അങ്ങനെ തന്നെയല്ലേ, അവിടുന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ധാരാളം സമ്പാദ്യമൊക്കെ ആയിട്ട് വരും. നാട്ടിൽ വന്നാൽ അവർ അവിടെ ഉണ്ടായിരുന്ന ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവർ നാട്ടിൽ വന്നാൽ എന്ത് ചെയ്യും? ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ പിന്നെ പറയണ്ട, പിന്നെ ആഘോഷമാണ് വീട്ടിൽ അല്ലേ അവർ പോകുന്നവരെ. അത് പിന്നെ വേണ്ടേ, നമുക്ക് അവരെ കുറച്ച് കാലമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആഘോഷിക്കണ്ടേ? ധാരാളം ആഘോഷിക്കാം. അതേപോലെ തന്നെ അപ്പോൾ അവിടെ ആഘോഷിക്കുമ്പോൾ എന്താണ്, അവിടെയുള്ള ജോലിയൊന്നും ചെയ്യുന്നില്ല അവർ. സ്ഥലങ്ങൾ കാണുന്നു, ആസ്വദിക്കുന്നു, പണ്ട് എന്തായിരുന്നോ തനിക്ക് സന്തോഷം തന്നിരുന്ന കാര്യങ്ങൾ അതെല്ലാം ചെയ്യുന്നു. പിന്നീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോഴേ. അതായത് നമ്മളുടെ യുവത്വകാലത്ത് നമ്മളിവിടെ ഇരുന്ന് ആഹ്ലാദിക്കുന്നതിന് പകരമാണല്ലോ അവിടെ പോയിട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം തിരിച്ച് ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങളിലും വിറ്റൂണ് എന്ന് പറഞ്ഞത്. മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ട് വിറ്റൂണെന്ന് പറയും കണക്കിനെ. അതൊക്കെ ഇങ്ങനെ തിന്ന് തീർക്കുക എന്ന് പറയില്ലേ, അതേപോലെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നാശം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, സുഖിക്കുന്നുണ്ടല്ലോ അവർ. അപ്പോൾ ആ സമ്പാദ്യം തീർന്നു പോകുന്നു മാത്രം. അയ്യോ, ഫോറിന്ന് വന്നു, ഇത്രയും കാലം 2 മാസം നാട്ടിലുണ്ടായിരുന്നു, അതോടുകൂടെ അടിച്ച് പൊളിച്ച് കയ്യിലുള്ള മുഴുവൻ തീർന്നുപോയി. ഇനി എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് വീണ്ടും സമ്പാദിക്കണം. അപ്പോൾ ഭൂമിയിൽ വന്നിട്ട് വീണ്ടും കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. ഇവിടെ ആകെ ഒരു വ്യത്യാസം എന്താണ്, നമ്മൾ ഈ സമ്പാദിക്കുന്നു എന്ന് പറയുന്നത് കർമ്മങ്ങളാണ് സമ്പാദിക്കുന്നത് എന്ന് മാത്രം. ഇനി പറയുന്നത് നമ്മളുടെ വിശിഷ്ടമായ ഈ ഭൂമിയെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്വമാണ് പറയുന്നത്. കർമ്മനാശം കർമ്മങ്ങൾക്കു വിള ഭൂമിയാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മെ മറ്റെങ്ങും സാധിയ നിർണയം. ആദ്യം ഭാരതത്തെ പറ്റിയിട്ടല്ല പറയുന്നത്, ഭൂമിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഭൂമിയിൽ നിന്നാണ് നമ്മൾക്ക് കർമ്മങ്ങൾ കിട്ടിയത്. അതാണ് കർമ്മങ്ങൾക്ക് വിളഭൂമിയാകിയ ജന്മദേശം ഈ ഭൂമി അറിഞ്ഞാലും. നമ്മളെവിടെയാണോ ജനിച്ചത് ആ ഭൂമി, അതാണ് നമ്മൾക്ക് എല്ലാ കർമ്മങ്ങളും തരുന്നത്. ഈ ഭൂമിയിൽ നിന്നാണല്ലോ എല്ലാ കർമ്മങ്ങളും. ഈ വിത്ത് മുളച്ച് ചെടി ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മളിൽ ഈ കർമ്മവാസനകൾ മുഴുവനും ഉടലെടുക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. ഭൂമിയിൽ നിന്ന് തന്നെയാണ് സസ്യങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന കർമ്മങ്ങളാണെന്ന് മാത്രം. ഇനി എന്താ പറഞ്ഞത്? ചെമ്മെ മറ്റെങ്ങും സാധിയ നിർണയം. ഇത് വേറൊരു സ്ഥലത്തൊന്നും കിട്ടില്ല. എന്ത്? ഈ കർമ്മങ്ങൾ ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. അതൊരു പ്രപഞ്ച സത്യം മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ. ഭക്തന്മാർക്ക് എന്താ വേണ്ടത്? മോക്ഷം വേണോ? ശരി, മോക്ഷം കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്താണോ ആ അഭീഷ്ടസിദ്ധികളെല്ലാം ഭൂമി തന്നെയാണ് കൊടുക്കുന്നത്. ഇനി മുക്ഷുജനങ്ങൾക്ക്, മോക്ഷം ആഗ്രഹിക്കുന്നവർക്കോ, അവർക്കും ഈ മോക്ഷം വേണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ കർമ്മത്തിനനുസരിച്ചാണെങ്കിലും അങ്ങനെയുള്ള കർമ്മങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. ഇനി വിഷയീജനങ്ങൾ, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് സത്യം, ഞാൻ നേടുന്നതെല്ലാം എനിക്ക്, അല്ലെങ്കിൽ അത് മാത്രമാണ് സത്യം, അത് ഞാൻ സമ്പാദിച്ചത് എൻ്റെ ആവശ്യത്തിനാണ്, എൻ്റെ ബന്ധുജനങ്ങൾക്കാണ്, അതാണ് നല്ല കാര്യം, ഒന്നുമില്ല എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ജനങ്ങളുണ്ടാവുമല്ലോ. ഇന്നത്തെ ലോകം, നാം കാണുന്ന ലോകം മാത്രമാണ് സത്യം എന്ന് വിചാരിച്ച് നടക്കുന്നവരെ
അവർക്കും അവരുടെ ആഗ്രഹങ്ങളൊക്കെ കൊടുക്കും. അതൊക്കെ ആരാണ് കൊടുക്കുന്നത്? വിശ്വമാതാവായിട്ടുള്ള ഈ ഭൂമി തന്നെയാണ് കൊടുക്കുന്നത്. വിശ്വനാഥൻ്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. അപ്പോൾ സാക്ഷാൽ പരമാത്മാവ് എന്ന് നമ്മൾ വിളിക്കുന്ന വിശ്വനാഥൻ്റെ മൂലപ്രകൃതിയാണ്. പുരുഷനും പ്രകൃതിയും ചേർന്നാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ഭൂമിയെ പറ്റിയിട്ടാണ് ഇപ്പോൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വിശ്വനാഥൻ്റെ മൂലപ്രകൃതിയാണ്. അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചും ഭൂലോകം 14 ഉത്തമമെന്നല്ലോ. അവനീതല പാലനത്തിന് ഭൂമിയിൽ എപ്പോഴെപ്പോൾ അധർമ്മം ഉടലെടുക്കുന്നോ അപ്പോഴപ്പോൾ ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ വരുന്നതാണ്, ഞാൻ അവതാരമെടുക്കുന്നതാണ് എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പ്രഖ്യാപിച്ചത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം ലോകങ്ങളുണ്ട്. ആ ലോകത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഭൂലോകത്തിൽ തന്നെയാണ്. അതുകൊണ്ട് 14 ലോകങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ഭൂമി. അവതാരങ്ങളെല്ലാം നടന്നത് ഭൂമിയിൽ തന്നെയാണ്. കാരണം കർമ്മങ്ങളെല്ലാം നടക്കുന്നതും ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ ഭൂമിയിൽ ഭൂഭാരം വർദ്ധിക്കുക എന്നൊരു സാഹചര്യം വരുമ്പോൾ ആ അധർമ്മം ഒടുക്കാനാണ് ദശാവതാരം നമ്മൾ കണ്ടു. എല്ലാ അവതാരങ്ങളും ഇവിടെ വന്നത് ഭൂമിയിലാണ് വന്നത്. അപ്പോൾ അത്രയും പവിത്രമാണ്. 10 അവതാരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്തു തന്നെയായാലും അധർമ്മം എവിടെ വന്നോ അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടും എന്നാണ് നമ്മൾ ഭഗവത്ഗീതയിൽ കേട്ടത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ഭൂമി തൊടുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ? അത്രയ്ക്കും ഉത്തമമാണ്. എല്ലാ 14 ലോകങ്ങളിലെ ഏറ്റവും ഉത്തമം ഈ ഭൂമി ആയതുകൊണ്ട് സാധാരണ ഒരു കുട്ടികളൊക്കെ ഡാൻസിൽ സ്റ്റേജ് പെർഫോമൻസ് നടത്തുന്ന സമയത്തും നമ്മൾ തന്നെ എണീക്കുമ്പോൾ നമ്മളൊന്ന് ഭൂമി തൊഴണം എന്നാണ് പറയുന്നത്. അത് ഭൂമിയെ ബഹുമാനിക്കുന്നു എന്നതിലുപരി അതൊരു കാര്യം തന്നെയാണ്, അതൊരു ഫാക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ പൊട്ടൻഷ്യൽ എനർജി, നമ്മൾ കട്ടിലിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതല്ല, നമ്മുടെ ശരീരത്തിൽ അവിടെയും ഇവിടെയും കൂടി നിൽക്കുന്ന ഇലക്ട്രോണുകൾ നമ്മുടെ ശരീരത്തിലൂടെ, അവർ ബോഡി ഈസ് എ ഗുഡ് കണ്ടക്ടർ. അപ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ അത് എർത്താണ് എപ്പോഴും ഈ ഇലക്ട്രോണുകളെ സൂക്ഷിക്കുന്ന ബാങ്ക്, ഇലക്ട്രോൺ ബാങ്ക് എന്നാണ് എർത്തിനെ വിളിക്കുന്നത്, ഭൂമിയെ വിളിക്കുന്നത്. അപ്പോൾ ആ ഭൂമിയിലേക്ക് നമ്മുടെ എക്സ്ട്രാ ഉള്ള ഇലക്ട്രോൺസ് അവിടെയും ഇവിടെയൊക്കെ കൂടി നിന്ന് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഇലക്ട്രോൺസൊക്കെ ഇങ്ങനെ ആദ്യം ഭൂമിയിലേക്ക് പോയിക്കോട്ടെ, നമ്മൾ ന്യൂട്രലാവട്ടെ, എന്നാലേ നമുക്ക് എണീക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് എണീക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ട് അത് സയൻറ്റിഫിക്കായിട്ട് അങ്ങനെ നമുക്ക് പറയാം, അധികമുള്ള ഇലക്ട്രോണുകളെ ഭൂമിയിലേക്ക് വിടുകയാണെന്ന്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഭൂമി ഒന്ന് തൊഴുന്നു. കാരണം നമുക്ക് ജന്മം തന്നത് ഈ ഭൂമിയാണ്. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഉടലെടുക്കുന്നത് ഈ ഭൂമിയിൽ നിന്നാണ്. നമ്മൾ ഈ ഭൂമിയിലാണ് ഇന്ന് ജീവിക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ കർമ്മങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നിശ്ചയിക്കുന്നത് ഭഗവാനാണെങ്കിലും അത് ചെയ്യുന്ന സ്ഥലം ഭൂമി തന്നെയാണ്. അതുകൊണ്ട് ഭൂമിക്കൊരു നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എണീക്കേണ്ടത്. അതേപോലെ തന്നെ കുട്ടികളാണെങ്കിൽ സ്റ്റേജ് പെർഫോമൻസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് തൊഴുന്നത്. മരങ്ങൾ മുറിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ അത് തൊഴുത്, ഭൂമിയെ തൊഴുത്, മരത്തെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ മുറിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അത്രയ്ക്കും പവിത്രമാണ് ഈ ഭൂമി എന്നാണ് പറഞ്ഞത്. 14 ലോകങ്ങളിലും ഉത്തമമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭൂമിയെ നമ്മൾ ബഹുമാനിക്കണം. ബാക്കി ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. ഇനിയും ഭൂമിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി നമുക്ക് ഭാരതമഹിമയിലേക്ക് വരണമല്ലോ. ഇപ്പോൾ ഭൂമിയെയാണ് പറയുന്നത്. ഇനി ഭാരതത്തിൻ്റെ മഹത്വം കൂടെ ഇതിൻ്റെ അടുത്ത വരികളിലായിട്ട് നമുക്ക് കിട്ടും. അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമ മമ രോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.